ഹലോ, നമുക്കിന്ന് അങ്കമാലി മാങ്ങാക്കറിയുടെ റെസിപ്പി കണ്ടാലോ. ഇത് വെക്കാനായിട്ട് അത്യാവശ്യം പുളിയില്ലാത്തൊരു മാങ്ങ കട്ട് ചെയ്തെടുക്കണം. പിന്നെ സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവയെല്ലാം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെക്കുക. അല്പം ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇതെല്ലാം ഒരു കൈക്കണക്കാണ് കേട്ടോ. ടേബിൾ സ്പൂണും ടീസ്പൂണും ഒന്നും ഞാനിവിടെ പറയുന്നില്ല. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നല്ല തേങ്ങയുടെ കട്ടിയുള്ള 1-ാം പാലും 2-ാം പാലുമാണ് വേണ്ടത്. ഇനി നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ഒരു ചട്ടിയിലേക്കിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മാങ്ങ എന്നിവയെല്ലാം കൂടെ ഇട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരല്പം വെളിച്ചെണ്ണയും അത്യാവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. കുറച്ചധികം നേരം കൈ കൊണ്ട് മിക്സ് ചെയ്ത് തിരുമ്മി കൂട്ടി യോജിപ്പിച്ച് മൂടി വയ്ക്കണം. എത്ര നേരം തിരുമുന്നോ അത്രയും നന്നായിരിക്കും കേട്ടോ. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആവണം. പൊടികളെല്ലാം മാങ്ങയിൽ പിടിച്ച് നല്ല മിക്സായി നല്ലതുപോലെ മൂടി വയ്ക്കുക. അതിനുശേഷം ഗ്യാസിൽ വച്ച് തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കണം. അങ്ങനെ 2-ാം പാൽ കിടന്ന് ഈ മാങ്ങയും മുളകും സവോളയും എല്ലാം കൂടെ നല്ലപോലെ വേകും. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക, നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഈ മാങ്ങയുടെയൊക്കെ വേവ് അറിയാൻ പറ്റും എത്രമാത്രം വെന്തു എന്ന്. അത്യാവശ്യം വെന്തു എന്ന് തിളയൊക്കെ വന്ന് ഉറപ്പായി കഴിയുമ്പോൾ തീ ഒത്തിരി ലോ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ. അത്യാവശ്യം വെന്തെന്ന് ഉറപ്പായിരുന്നെങ്കിൽ നമുക്ക് തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കുക. 1-ാം പാൽ ചേർത്തതിന് ശേഷം ഒരുപാടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഇളക്കി തിള വരാതെ ജസ്റ്റ് ചൂടായി കഴിയുമ്പോൾ എടുത്ത് വാങ്ങി വെക്കുക. ഇതിലിവിടെ ഞാൻ എണ്ണ ചേർക്കുന്നില്ല കേട്ടോ. ഞങ്ങളുടെ അങ്കമാലി വീട്ടിലൊക്കെ വെക്കുമ്പോൾ അമ്മ എണ്ണ ചേർത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അങ്കമാലി മാങ്ങ ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.